ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പത്മിനീസ് കിച്ചൻ. ഇന്നൊരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി. എനിക്ക് ബീഫ് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു, കാരണം എൻ്റെ വീട്ടിൽ വാങ്ങിക്കാറില്ലായിരുന്നു, ആരും കഴിക്കാറില്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ബീഫ് ഉണ്ടാക്കാൻ പഠിച്ചത്. ചേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ. പക്ഷേ ഞാനിപ്പോൾ നന്നായിട്ട് ബീഫ് പല തരത്തിലും ഉണ്ടാക്കാറുണ്ട്. കാരണം അച്ഛനും മോനും വലിയ ഇഷ്ടമാണ് ബീഫ്, അതുകൊണ്ട് പലതരത്തിലും പരീക്ഷിക്കാറുണ്ട്. ഇത് നല്ല സ്പൈസിയും ഡ്രൈയും ആയിട്ടുള്ളൊരു ഡിഷാണ്. നന്നായിട്ട് നമ്മൾ വരട്ടി എടുക്കുന്നതാണ്. ഒരു നല്ല നാടൻ സ്റ്റൈൽ ഡിഷാണ്. തേങ്ങക്കൊത്തും ചതച്ച മുളകും പച്ച വെളിച്ചെണ്ണയും വേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റിയാണ്. ഇത് സ്റ്റാർട്ടറായിട്ടും കഴിക്കാം, അതല്ലെങ്കിൽ പൊറോട്ടയോ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇതിന് വേണ്ടി 1 കിലോ പോത്തിറച്ചി നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 5 തണ്ട് കറിവേപ്പില, പകുതി ചെറുനാരങ്ങ, 25 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളത്, 4 പച്ചമുളക്, ഇഞ്ചി 2 ഇഞ്ച് നീളത്തിലെടുത്തിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ളത്, ചെറിയുള്ളി 250 ഗ്രാം കനം കുറച്ച് അരിഞ്ഞത്, സവാള ഒരു വലുത് കനം കുറച്ച് അരിഞ്ഞത്. ഇത് പകുതി തേങ്ങയുടെ കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. കുറച്ചും കൂടി കൂടുതലെടുത്താലും കുഴപ്പമില്ല. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, ചതച്ച മുളക് 2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 6-7 ടേബിൾ സ്പൂൺ എടുക്കാം, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇറച്ചി വേവിച്ചെടുക്കാം. അത് ഞാനിവിടെ ഒരു കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി വീതം ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി യോജിപ്പിച്ചു കൊടുക്കണം. എല്ലാം കൂടി നന്നായി ചേർന്ന് വരണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ മൂടി വെച്ച് അടച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടപ്പ് ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാം. ചെറിയ സ്റ്റീം അതിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. ഈ കുക്കറിൽ ഞാനൊരു 8 സ്റ്റീം വരെ വെക്കാറുണ്ട്. ചില കുക്കറിൽ ചിലപ്പോൾ 6 സ്റ്റീമൊക്കെ വന്നാൽ മതിയായിരിക്കും. അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും. അത് ഒരുമാതിരി വെന്ത് ഉടഞ്ഞു പോവരുത്. അതിന് മുമ്പേ നമ്മൾ എടുക്കണം. ഇതൊരു 3/4 ഭാഗമെങ്കിലും കുക്കാവണം. പിന്നെ നമ്മൾ ശരിക്കും വഴറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ആവി പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരം ചീനച്ചട്ടിയിലൊന്ന് വഴറ്റാനുള്ളതാണ്. അപ്പോൾ അതൊന്നും കൂടി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ നല്ല അടി കട്ടിയുള്ളൊരു പാനാണ് അടപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. പെരിഞ്ജീരകം എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി അരിഞ്ഞത് ഇട്ടെടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഇങ്ങനെ ഇളക്കി അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ വേഗം വഴണ്ട് കിട്ടും. നല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ച് അടിയിൽ പിടിക്കാതെ ഇളക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഇനി പോരാന്ന് തോന്നണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതലിരുന്ന് വെച്ചിട്ട് നല്ലത് തന്നെയാണ്. ഇപ്പൊ നോക്കിയേ, ഈ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടും അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നമുക്കിനി ഇത് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അത് കരിഞ്ഞു പോകരുത്. അടിയിലും പിടിക്കാതെ നോക്കണം. ഇപ്പം അത് നോക്കി ആവശ്യത്തിനുള്ള മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചിയിൽ ഇത്തിരി വെള്ളമുണ്ട്. ആ വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ ആദ്യം കഷ്ണം മാത്രമാണ് ആദ്യം ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന്. അത് നന്നായിട്ട് ഇളക്കി മസാലയും കൂട്ടി ഇളക്കി നന്നായി യോജിപ്പിച്ച് ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് വേണം ആ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ആ ഇറച്ചി വെന്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക്. കാരണം എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് ഒന്ന് എല്ലാ മസാലകളും പിടിക്കണം. അപ്പോൾ അതിന് ഇത്തിരി വെള്ളത്തോടു കൂടി നമ്മൾ ഒന്നുകൂടി മൂടി വെച്ച് കുക്ക് ചെയ്യാനുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം തുറന്നു. ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇനി ഇപ്പോൾ നോക്കിയിട്ട് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പകുതി ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലേ ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായി വഴണ്ട് വരണമെങ്കിൽ നമ്മളങ്ങനെ പതുക്കെ തീയിൽ ഇളക്കി കുറച്ച് നേരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം.
ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വരട്ടി കൊണ്ടുവരണം. ഇത് ഇങ്ങനെ വരട്ടി വരുമ്പോൾ നെയ്യ് കുറവുള്ള മീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വഴറ്റലാണ് കേട്ടോ. ഇത്രയും നന്നായിട്ട് വഴറ്റിയത് നന്നായിട്ട് വരണ്ട് വരണം, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം, അടി പിടിക്കരുത്, കരിയരുത്. നമ്മൾ നന്നായിട്ട് ഇളക്കി ഇപ്പം നോക്കി നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് ഇളക്കി നല്ലതായിട്ട് വഴണ്ട് വരുന്നിട്ടുണ്ട്. നല്ല കാണാനും നല്ല ഭംഗി, നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട്. ഈ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള മുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പൊ തന്നെ ഇതിൽ നിന്ന് നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മളിങ്ങനെ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും. ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചേക്കാം. അപ്പോൾ നമുക്കിനി ഇത് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഞാനിതിവിടെ നല്ല നാടൻ പൊറോട്ടയും പരിപ്പ് കറിയുടെയും കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.